ഇത് നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് ലാബിൻ്റെ എയർ കംപ്രസർ ടെസ്റ്റ് റിഗാണ്. ഇവിടെ നമ്മൾ ആ ഇരിക്കുന്ന എയർ കംപ്രസറിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, വോളിയോമെട്രിക് എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണോ റീഡിങ്സ് ആവശ്യമുള്ളത് അത് ഈ പാനൽ ബോർഡിൽ നിന്ന് നമ്മൾ എടുക്കും. ഏറ്റവും നോക്കിയാൽ ഫസ്റ്റ് ആർ പി എം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡിൻ്റെ യൂണിറ്റാണ് ആർ പി എം, റവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ ഇവിടെ ഏകദേശം 900 സംതിങ്, എക്സ്പെരിമെൻറ്റ് ചെയ്തവർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിക്കാണ്, 900 സംതിങ് വാല്യൂ വരും. ഇത് പ്രഷർ ഗേജ് റീഡിങ്, ഇൻ്റർകൂളറിലെ പ്രഷർ ഇതെന്തൊക്കെയാണെന്ന് നോക്കി. ഇത് ലോ പ്രഷർ കംപ്രസറും ഇത് ഹൈ പ്രഷർ കംപ്രസർ. ഇതിനിടയ്ക്ക് ഇൻ്റർകൂളറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ കംപ്രസ്സായി വരുന്ന എയർ ചൂടായിരിക്കും, അതിനെ തണുപ്പിക്കുക. അതാണ് ഇൻ്റർകൂളറിൻ്റെ ഉദ്ദേശം. പിന്നെ ഹൈ പ്രഷർ കംപ്രസർ അവിടുന്ന് നേരെ സ്റ്റോറേജിലേക്ക്. ഇത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ബാക്ക് സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് പാനലെല്ലാം ഓണാകുന്നത്. അപ്പോൾ നമ്മൾ കംപ്രസർ റണ്ണിങ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം കംപ്രസറിൻ്റെ സ്റ്റോറേജിലെ പ്രഷർ 1L കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. ഇപ്പോൾ 0 ആണ്. ഇത് കംപ്രസർ റണ്ണിങ്ങിൽ 1L ആക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കംപ്രസർ ഓണായി കുറേ സമയം വെക്കുമ്പോൾ ഇത് പതുക്കെ നീങ്ങാൻ തുടങ്ങും. നീങ്ങി ഏകദേശം 1-ലെത്തുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വാൽവുണ്ട്. ഈ വാൽവ് ചെറുതായിട്ട്, ഇതിപ്പം ഓപ്പണാണ്, ഇത് ക്ലോസും ആണ്, ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ ഇതിനകത്തൊരു എയർ പോകും. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൽ ആ 1 ബാർ പ്രഷർ അല്ലെങ്കിൽ 1 കിലോഗ്രാം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന എയറും വെളിയിൽ കൂടെ പോകുന്ന എയറും സെയിം അളവായിരിക്കണം. അപ്പോൾ അതേ രീതിയിൽ വേണം നമ്മൾ ആ വാൽവ് സെറ്റ് ചെയ്യാൻ. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ 1 ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കംപ്രസറിൽ നിന്ന് വരുന്ന എയറും, ഇതല്ല അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്, കംപ്രസറിൽ നിന്ന് വരുന്ന എയറും കംപ്രസറിൽ നിന്ന് പോകുന്ന എയറിൻ്റെ അളവ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് ഒന്നിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ വാൽവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ 1 ആയി കഴിഞ്ഞാൽ പ്രഷർ ഗേജ് റീഡിങ് 1 എഴുതുക. നേരെ ഇവിടെ വരുന്നു. ഇവിടെ എന്തൊക്കെ റീഡിങ്ങാണ് ഉള്ളത്? നമുക്കിവിടെ ഉള്ളത് RPM ഉണ്ട്. RPM അത്യാവശ്യം. പിന്നെ ഈ പ്രഷർ ഗേജ് അതിന് വലിയ ആവശ്യമില്ല. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് മാനോമീറ്റർ റീഡിങ് നോക്കി. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ FM ലാബിലെ മാനോമീറ്റർ പോലെ അല്ല. 0യ്ക്ക് താപ്പോട്ടും മേപ്പോട്ടും വരും. അപ്പം ഇവിടെ 3, ഇവിടെ 2 ആണെങ്കിൽ, 4 ആയിക്കോട്ടെ, ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? 3 -4, കാരണം ഇത് നെഗറ്റീവ് സൈഡാണ്. H1 - H2 എന്നല്ലേ വരുന്നത്? അങ്ങനെയല്ല, ഇവിടെ H1 - H2 അങ്ങനെ പറഞ്ഞു. നമുക്ക് വേണ്ട എന്തുവാ? ഈ 4 മുതൽ ഈ 3 വരെയുള്ള ഹൈറ്റാണ് വേണ്ടത്. അപ്പം 4, 3, 7 കിട്ടും. ഈ ഹൈറ്റ്, അതായത് താഴത്തെ ഈ ലിമ്പ് താഴെ 4ലും ഈ ലിമ്പ് മുകളിലും ആണെങ്കിൽ ഈ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? 3 -4. മറ്റേ കേസിൽ രണ്ടിടത്ത് ഒരേ വാല്യൂ അല്ലേ? FM ലാബിൽ നമുക്ക് ഒരേ വാല്യൂ വരുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 0, ഇവിടെ 0, 1, 2, 3, ഇവിടെയും 1, 2, 3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടുന്ന് 0 മുതൽ മേപ്പോട്ട്, 0 താപ്പോട്ട്. ഇവിടെ തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. വോളിയോമെട്രിക് എഫിഷ്യൻസി ഈ റീഡിങ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇതാണ് എനർജി മീറ്റർ. എത്ര കറണ്ട് ഈ എക്യുപ്മെൻറ്റ് കൺസ്യൂം ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഇതിന് വേണ്ടത് ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഇതിനകത്തൊരു റെഡ് കളറുണ്ട്. ആ റെഡ് കളറ് 5 തവണ റെവല്യൂഷൻ ചെയ്യാൻ എത്ര സമയം വേണം, 5 തവണ കറങ്ങി വരാൻ എത്ര സമയം വേണം, ഒരു ടൈം നോട്ട് ചെയ്യുക. ഇനി സെക്കൻഡ് ട്രയൽ എങ്ങനെ എടുക്കും? ഫസ്റ്റ് ട്രയലിൻ്റെ കാര്യം കഴിഞ്ഞു. സെക്കൻഡ് ട്രയൽ എങ്ങനെ എടുക്കും? സെക്കൻഡ് ട്രയലിന് വേണ്ടി വീണ്ടും അവിടെയുള്ള വാൽവ് ക്ലോസ് ചെയ്യുക. വാൽവ് ക്ലോസ് ചെയ്യുമ്പം ഈ നീഡിൽ മേപ്പോട്ട് വരാൻ തുടങ്ങും. 2L കൊണ്ടുവെക്കുക. 2L അവിടെ കാണുന്ന ഈ വാൽവ് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതായത് മീൻസ് ആ 2 നിലനിർത്താൻ വേണ്ടി ഈ കംപ്രസർ കൂടെ വരുന്ന എയറും അവിടെ എക്സിറ്റ് ആവുന്ന എയറിൻ്റെ അളവ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് 2 തന്നെ കോൺസ്റ്റൻറ്റ് നിൽക്കും. അപ്പോൾ അത് സെക്കൻഡ് ട്രയൽ 2 ആയി കഴിഞ്ഞാൽ ബാക്കി റീഡിങ് എല്ലാം RPM, ടെമ്പറേച്ചർ വേണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. പവർ, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഈ മാനോമീറ്റർ റീഡിങ്. ശേഷം 3ാമത്തെ ട്രയൽ എങ്ങനെ എടുക്കും? 3ാം ട്രയലിൽ അതുപോലെ തന്നെ ആ കാണുന്ന വാൽവ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഈ പ്രഷർ ഗേജ് റീഡിങ് 3 എത്തിക്കുക. അതായത് 1, 2, 3 മൂന്നാമത്തെ ഘട്ടം എത്തിക്കുക. മൂന്നാമത്തെ ആ ഒരു ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ
അവിടുത്തെ ആ വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. 3 മെയിൻറ്റെയിൻ ചെയ്യുക. ശേഷം എല്ലാ റീഡിങ്ങും, പാനലുള്ള എല്ലാ റീഡിങ്ങും നോട്ട് ചെയ്യുക.